നമസ്കാരം. അതുപോലെ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. സുഭാഷ് മാത്സ് ക്ലാസ് റൂമിലൊക്കെ ഉടനെ കയറേണ്ട കുറച്ച് കഴിഞ്ഞുണ്ട്. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. റോഡിൽ നല്ല തിരക്ക് ഉണ്ട്. കച്ചവടക്കാർക്കൊക്കെ ഒരുവിധം കച്ചവടം നടക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷം നമുക്കുണ്ട്, അവർക്കുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഒരേപോലെ ഈ കൊറോണയുടെ പ്രോബ്ലങ്ങളെയൊക്കെ ഒന്ന് മറന്ന് എല്ലാ കാര്യങ്ങളും പഴയ പോലെയൊക്കെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി അവർ നല്ലപോലെ ആഗ്രഹിക്കുന്നുമുണ്ട്, അതിന് വർക്ക് ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ സന്തോഷം നമുക്കും കാണാനുണ്ടല്ലോ. എല്ലാവരിലും എല്ലാവരുടെ റോഡിലെല്ലാം നല്ല ആളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകണം. ഇതേപോലുള്ള ഒരു അസുഖം ഇനി ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാമാരി തന്നെയാണ്, പാൻഡമിക് എന്നാണ് ഇതിനെ വിളിച്ചത്. വേൾഡ് പാൻഡമിക് എന്നായിരുന്നു. ഇതേപോലെയൊക്കെ ഉള്ളത് നേരത്തെ കാലങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും എളുപ്പം അറിയാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് രോഗങ്ങൾ എളുപ്പം അങ്ങോട്ട് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പം നമുക്ക് എത്രയൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളും എളുപ്പം ഈ കാര്യങ്ങൾ എല്ലായിടത്തോട്ടും അറിയാനൊക്കെയുള്ള മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയോടൊക്കെ ഇതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് പറ്റിയായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഒരുങ്ങുന്നത് കടക്കാരാണ്. കടക്കാർ ഉപ്പേരി വറുത്ത് വെക്കും, നമ്മൾ പോയി വാങ്ങുന്നു. ആ ഒരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. ഇപ്പം പഴയ കാലത്താണെങ്കിൽ വീട്ടിൽ ഇതിൻ്റേതായിട്ടുള്ള ഒത്തിരി പേര് ചേർന്ന് ഓരോന്ന് അരിയുന്നു, ഒരു സൈഡിലോ ഇങ്ങനെ ഏത്തക്കയായിട്ട് തൊലി കളയുന്നു, വറക്കുന്നു, പല കാര്യങ്ങളായിരുന്നു. ഇപ്പം ഇതിനൊന്നും ആവശ്യമില്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കങ്ങനെ ചെന്ന് വാങ്ങുന്നു, വീട്ടിൽ വന്ന് കഴിക്കുന്നു. നല്ലതാണ്, ഒന്നും കുഴപ്പമില്ല. ഇപ്പോഴത്തെ കസ്റ്റമൊക്കെ അങ്ങനെയായി മാറിയിട്ടുണ്ട്, ഒന്നും കുഴപ്പമില്ല. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും മുഴുവൻ സമയം മൊബൈലിനകത്ത് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ സിനിമയ്ക്കൊക്കെ പോയി കുറച്ച് രസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം അതിനുള്ള മാർഗ്ഗമില്ല. പക്ഷേ എന്നാലും നമുക്ക് ടി വിയിൽ നല്ല സിനിമകളൊക്കെ വരുന്നുണ്ട്. കുറച്ച് 2-3 ദിവസത്തേക്കൊക്കെ അങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ചെയ്ത് നമ്മുടെ മനസ്സും അതൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഇടുക. ഓക്കെ, പിന്നെ ഗെയിംസുകളൊക്കെ കുട്ടികൾ ബോയ്സ് ആണെങ്കിൽ നമുക്ക് ഷട്ടിൽ കളിക്കാൻ പോകാം. നല്ലൊരു ഗെയിമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഷട്ടിൽ. സ്കൂൾ കോളേജിലൊക്കെ ഞാൻ ഒരുവിധം ടോപ്പായിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കൂടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഗെയിമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും പറ്റിയൊരു ഗെയിമാണെന്ത് ഷട്ടിൽ. ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു ആക്സിഡൻറ്റും ഉണ്ടാവില്ല താനും. പക്ഷെ നല്ല രീതിയിൽ കൂടെയുള്ള ഒരു ഗെയിമാണ്. അതേപോലെ മറ്റൊരെണ്ണമാണ് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് ക്യാരംസ് കളിക്കുക. പഴയ കാലത്ത് ഓണത്തിൻ്റെ എല്ലാം അവിടെ നമ്മൾ ഈ ക്ലബ്ബുകളിലെല്ലായിടും ഇതിൻ്റെ മത്സരങ്ങളുണ്ടായിരുന്നു. അവിടെ പോയി നമുക്ക് മത്സരിക്കുക, കുറച്ച് ആർപ്പ് വിളിയൊക്കെ ആയിട്ടൊക്കെ അത് രസങ്ങളായിരുന്നു. ഈ വർഷം അതൊന്നും നമുക്കില്ല. എന്നാലും പറ്റുന്ന പോലെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന പോലെ ആഘോഷിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ടഫായിട്ട് തോന്നിക്കുന്നതും, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഒരു 10th തൊട്ട് പഠിച്ചു തുടങ്ങുന്നു. +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു. +2 കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആവശ്യമാണ്. എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഹയർ സ്റ്റഡീസിൽ ആവശ്യമായിട്ടുള്ള മാത്സിലെ ഒരു നെടുംതൂൺ ആരാണ് എന്നുള്ളത് എന്തെങ്കിലും ഒരു ക്ലൂ ആയിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, ദ ഗ്രേറ്റ് ട്രിഗണോമെട്രി. ഞാൻ ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് എ സൂപ്പർ മാർക്കറ്റ്. You will get all the items related to trigonometry, and this is very useful for preparing the students like JEE, NDA, +2, +1, etc. നമുക്കിതിനകത്ത് കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് പഠിച്ച് നമ്മളൊരു ബിൽഡിംഗ് വെക്കുമ്പോൾ ബേസ്മെൻറ്റ്, അടുത്ത സ്റ്റേജ്, അങ്ങനെ അതേപോലെ തുടങ്ങി നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എത്തേണ്ട, ഇപ്പോഴത്തെ നമ്മുടെ പല എക്സാംസ് ഉണ്ടല്ലോ, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ട അത്രയും ഫോർമുലാസുകൾ ഒരു കുടക്കീഴിൽ കിട്ടുന്ന രീതിയിൽ കൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് പാക്കറ്റ് സീസ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, ഫസ്റ്റ്ലി ട്രിഗണോമെട്രിക് റേഷ്യോസ്. വാട്ട് ഈസ് meant by trigonometric ratio? The ratio between any two sides of a right triangle is called trigonometric ratios. They are sine, cosine, tangent, cotangent, secant and cosecant. That's the full form. And the short form: sine, cos, tan, sec, cosec and cot.
ഇതെല്ലാം നിങ്ങൾ കേട്ടുള്ള കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് trigonometric ratio is the ratio between opposite side to hypotenuse. Therefore, sin A is equal to opposite side by hypotenuse. Next, cos, adjacent side by hypotenuse, tan, opposite by adjacent side. Next, cosec, the reciprocal of sin, that is hypotenuse by opposite. Then sec, the reciprocal of cos, that is hypotenuse by adjacent. And the last one, cot, is the reciprocal of tan, is adjacent side by opposite side. ഇതവൻ്റെ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ്സ്. ഇവിടെ നിന്നാണ് നമ്മളിതിനെ ബിൽഡ് ചെയ്ത് ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റംസുകൾ, പ്രോഡക്ട്സ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകൾ, റിലേഷൻ ബിറ്റ്വീൻ ദ ട്രിഗണോമെട്രിക് റേഷ്യോസ്, നെക്സ്റ്റ് സ്ക്വയർഡ് റിലേഷൻസ്, ട്രിഗണോമെട്രിക് വാല്യൂസ്, കോമ്പൗണ്ട് ആംഗിൾസ് ഫോർമുലാസ്, സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുലാസ്, ഹാഫ് ആംഗിൾ ഫോർമുല, ഡബിൾ ആംഗിൾ ഫോർമുല, ട്രിപ്പിൾ ആംഗിൾ ഫോർമുലാസ്, സൊല്യൂഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാം ഏതിനും ഇത്ര ലെവലിൽ വരെ JEE എക്സാമിനും NDAയ്ക്കും +2-നെല്ലാം നിങ്ങൾ ഹയർ സ്റ്റഡീസിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. ഓക്കെ, ഞാൻ കുറേ ഫോർമുലാസുകൾ ബേസിക് ആയിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെയാണ്, ഒന്ന് ഓർമ്മപ്പെടുത്താൻ നല്ലതായിരിക്കും. ഫസ്റ്റ്, sin A by cos A is tan A and cos A by sin A is equal to cot A. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിലേഷൻസ് ആണ്. അടുത്ത റെസിപ്രോക്കൽ ഇക്വേഷൻ, sin A is equal to 1 by cosec A, cos A is equal to 1 by sec A and tan A is equal to 1 by cot A. Okay. Next, most important square relations. Sin square A plus cos square A is equal to 1. From this we get two equations. 1 minus sin square cos square and 1 minus cos square is equal to sin square A. അപ്പോൾ നമുക്ക് തിരിച്ചും അപ്ലൈ ചെയ്യാം. cos square എന്നുള്ളതിനെ 1 minus sin square എന്ന് എഴുതാം, sin square എന്നുള്ളതിനെ 1 minus cos square എന്ന് എഴുതാം. നെക്സ്റ്റ് പാക്കേജ്, sec square minus tan square equal to 1. From this 1 plus tan square sec square and sec square minus 1 is equal to tan square. Next, cosec square minus cot square is equal to 1. From this 1 plus cot square is equal to cosec square and cosec square minus 1 is equal to cot square. ഇത്രയുമാണ് നമ്മുടെ സ്ക്വയർ റിലേഷൻസും. നെക്സ്റ്റ് ചെറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിലേഷൻസുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എല്ലാവരും ഇതോരോന്നും മനസ്സിലോട്ട് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രൻസിനെ കുറിച്ചാണ്. 2 axes intersect at right angles at the origin. We get 4 parts. They are called quadrants. This is first quadrant, this is second, this is third, and this is last quadrant or fourth quadrant. Okay. In first quadrant, angles varies from 0 to 90, second 90 to 180, third 180 to 270, and 270 to 360 lies in fourth quadrant. In first quadrant, all the values of the trigonometric functions are in positive, means sin positive, cos positive, and tan positive. In second quadrant, sin is positive, then cosec is also positive, and cos negative and tan negative. In third quadrant, tan is positive, sin and cos are negative in third quadrant, and in fourth quadrant, sin is negative, cos is positive, and tan is negative. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് സൈൻ നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ കൊസീക്ക് അവിടെ നെഗറ്റീവാണ്. റെസിപ്രോക്കൽസുകൾ ഓർത്തോണം. സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കൽ കോട്ട്, കോസിൻ്റെ റെസിപ്രോക്കൽ ആരാണ്? സീക്ക്. ഞാൻ ഇതിനെ പറയുന്നത് ഭാര്യയും ഭർത്താവും. സൈൻ കോസ് ടാൻ നമ്മുടെ ഭർത്താക്കന്മാരാണ്, കൊസീക്ക് സീക്ക് കോട്ട് അവരുടെ ഭാര്യമാരാണ്. ആ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ കൊസീക്കും എന്തായിരിക്കും? പോസിറ്റീവ്. ശരിയല്ലേ? ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ ഭാര്യയും. അതുപോലെ കോസ് നെഗറ്റീവ് ആണോ? അവിടെ സീക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ടാൻ നെഗറ്റീവാ, അവിടെ കോട്ടും എന്താണ്? നെഗറ്റീവ്. അപ്പോൾ എല്ലാ ക്വാഡ്രൻസിലും നമുക്ക് ആരൊക്കെയാണ് പോസിറ്റീവ്, ആരൊക്കെയാണ് നെഗറ്റീവ്, ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് ASTC, ഓൾ സൈൻ ടാൻ കോട്ട്, ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാൻ പറ്റും. ഒന്നുകൂടെ കേട്ടോ, ASTC, ASTC. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സൂപ്പർ മെത്തേഡാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട് ഈ വാല്യൂസുകളെ കണ്ടുപിടിക്കാൻ. പലർക്കും ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. സൈൻ 30 എത്രയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, കോസ് 30 എത്രയാണ് ആലോചിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമാണ് നമ്മുടെ ഏറ്റവും മെയിൻ. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ,
സൈൻ കോസ് ടാൻ 0 to 90 ഡിഗ്രീസുള്ള വാല്യൂസുകൾ നമുക്ക് ഏത് സമയം ജനറേറ്റ് ചെയ്യാം. നിങ്ങളൊരു എക്സാം ഹോളിൽ ചെന്നിരിക്കുന്നു, നമ്മുടെ എക്സാമിന് അങ്ങോട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂസൊക്കെ വരാനുണ്ട്, ഇതിൻ്റെയൊക്കെ വാല്യൂസിൻ്റെ പ്രോബ്ലംസ് വരാനുണ്ട്. ഉടനെ നിങ്ങൾക്ക് എളുപ്പം ടേബിൾ ഫോം ചെയ്യാൻ പറ്റും, ആരുടെയും സഹായമില്ലാതെ. നോക്കിയോ, ഫസ്റ്റ് 0, 30, 45, 60, 90 ഇത്രയാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. 0 കിലോഗ്രാം, നിങ്ങൾ ഈ കിലോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. 0 കിലോ അല്ലെങ്കിൽ 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ എന്നൊക്കെ, 1 കിലോഗ്രാം എന്നൊക്കെ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതിനെ ബേസ് ചെയ്താൽ ഞാനിതിനെ ഫോം ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കുക. 0 കിലോഗ്രാം, 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ. 3/4 അറിയാമല്ലോ. 3/4 എന്ന് പറയുമ്പോൾ ഏകദേശം 3/4 കിലോ എന്നുള്ളതിന് ഇത് 1 കിലോ. അപ്പം 0 കിലോ, 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ. ഇത് ഓർക്കാൻ പറ്റുമല്ലോ. 1/4 കിലോയുടെ ഡിഫറൻസിൽ 0 തൊട്ട് 1 വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ നോക്കണം. ഈ 5 പേരുടെയും സ്ക്വയർ റൂട്ട്സുകളെ സൈനിന് നേരെ അങ്ങോട്ട് എഴുതുക. വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ. ദാറ്റ് മീൻസ് 0യുടെ സ്ക്വയർ റൂട്ട് എത്ര തന്നെയാണ്? 0. 1/4ൻ്റെ സ്ക്വയർ റൂട്ട് 1/2, 1 × root 1, 4 × root 2, 1/2ൻ്റെ സ്ക്വയർ റൂട്ട് 1 × root 1, 2ൻ്റെ സ്ക്വയർ റൂട്ട് √2, √3/4ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 3ക്ക് റൂട്ടില്ല, ദാറ്റ് ഈസ് √3/4 √ 2, 1 × root 1. വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. അപ്പോൾ സൈനിനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ മെത്തേഡ് ഒന്നുകൂടെ ഒന്ന് കേട്ടോണം, റിവൈൻഡ് ചെയ്ത് കേട്ടോ. ഓക്കെ, നേരെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എഴുതുമ്പോൾ കോസായി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങണം. 1, ഇവിടെ √3/2, ഇത് 1/√2, ഇത് 1/2, ഇത് ലാസ്റ്റ് 0. വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് കോസ്. തീർന്നു. തിരിച്ചെഴുതപ്പോൾ കോസായി. നെക്സ്റ്റ് ടാൻ. ടാൻ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി. 0/1 0, സൈൻ ബൈ കോസ് ടാൻ അല്ലേ? 0/1 0, 1/2/√3 വരെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ, വി ഗെറ്റ് 1/√3. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√2/1/√2 സെയിം, ആൻസർ ഈസ് 1. ക്യാൻസൽ ആയി. √3/2/1/2 2 ക്യാൻസൽ, √3/1 √3. 1/0 ഈസ് ഇൻഫിനിറ്റി ഓർ നോട്ട് ഡിഫൈൻഡ്, ഡിനോട്ടഡ് ബൈ ദിസ്. ഓക്കെ, അപ്പോൾ എല്ലാമായി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഓർത്തിരിക്കാൻ ഇങ്ങോട്ട് നോക്കാതെ നോക്കിക്കോ എങ്ങനെയാണെന്ന്. 0 കിലോഗ്രാം, 1/4 കിലോ 1/4, നെക്സ്റ്റ് 1/2, 3/4, 1. 1/4 കിലോയുടെ ഡിഫറൻഷ്യൽ ഫ്രാക്ഷൻസ് എഴുതുക. ടേക്കിംഗ് ദ സ്ക്വയർ റൂട്ട്സ് വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ. നെക്സ്റ്റ് അതിൻ്റെ റിവേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ കോസ് കിട്ടും. നെക്സ്റ്റ് കറസ്പോണ്ടിങ്ങായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ കിട്ടും. തീർന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ആർക്കും ഒരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ആർക്കും എവിടെയെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ ചെയ്തെടുക്കാനോ ഉള്ളൊരു മെത്തേഡായിരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, വേണ്ട ഫുൾ ഡിഗ്രീസുകളുടെയും വാല്യൂസുകൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അതിൻ്റെ റേഡിയൻ മെഷേഴ്സുകൾ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നുണ്ട്. 30 ഡിഗ്രിയുടേത് π/6, 45യുടേത് π/4, 60യുടേത് π/3, 90യുടേത് π/2, നെക്സ്റ്റ് 180യുടേത് π, 270യുടേത് 3π/2, 360യുടേത് 2π. അതിൻ്റെ വാല്യൂസുകൾ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, സൈൻ്റെ വാല്യൂസ് ഇവിടെ വരുമ്പോൾ സൈൻ 90 വരെ നമ്മൾ പറഞ്ഞത് 180 0, 270 -1, 360 0. നെക്സ്റ്റ് കോസിൻ്റെ വരുമ്പോൾ 180യുടേത് -1, 270യുടേത് 0, 360യുടേത് 1. നെക്സ്റ്റ് സ്റ്റാൻഡ് വരുമ്പോൾ 180യുടെ 0, 270 3π/2 ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ഓർ 360 എത്രയാണ്? 0. നെക്സ്റ്റ് കൊസീക്ക്, സീക്ക്, കോട്ട് ഇവരുടെയൊക്കെ വാല്യൂസ് വേണമെങ്കിൽ ഇവരുടെ റെസിപ്രോക്കൽസുകൾ എടുത്താൽ മതി. കൊസീക്ക് വേണമെങ്കിൽ ഭർത്താവിൻ്റെ വാല്യൂ ഓർക്ക് തിരിച്ചെഴുതുക. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കേട്ടോ. വാട്ട് ഈസ് കൊസീക്ക് 30? ഉടനെ നമ്മൾ ഭർത്താവിനെ ഓർക്കുക. സൈൻ 30 1/2, കൊസീക്ക് 30 2/1 2. തീർന്നു. നെക്സ്റ്റ് വാട്ട് ഈസ് സീക്ക് 45? സീക്ക് 45 വയ്ക്കുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ കോസ് 45. കോസ് 45 ഈസ് 1/√2, ദെൻ സീക്ക് 45 ഈസ് √2/1 √2. അപ്പോൾ അങ്ങനെ എല്ലാ വാല്യൂസുകളും നമുക്ക് ഓർക്കാം. കോട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ ടാനെ ഓർത്താൽ മതി. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. നമ്മുടെ നെക്സ്റ്റ് പാക്കേജ് സം ഫോർമുലാസ് ഓർ കോമ്പൗണ്ട് ഫോർമുലാസ് എന്നൊക്കെ വിളിക്കും. 6 പേരുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ 3 പേരെ നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി 3 പേരെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഫോം ചെയ്യാം. ഫസ്റ്റ് സൈൻ ഓഫ് a + b, സ്റ്റാർട്ടിങ് ഫ്രം സൈൻ. സൈൻ ഓഫ് a + b ഈസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എല്ലാവരും ഒന്നുകൊണ്ടൊന്ന് കേട്ടെ. സൈൻ ഓഫ് a + b ഒരു മിക്സ്ഡ് ആയിട്ടാണ്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് a - b സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഈ പ്ലസ് മാറ്റി മൈനസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ ഓഫ് a - b യുടെ ആവും. ടേംസുകളൊന്നും മാറുന്നില്ല. അപ്പോൾ ഒന്നുകൊണ്ടൊന്ന് കേട്ടോ. സൈൻ ഓഫ് a + b സ്റ്റാർട്ടിങ് ഫ്രം സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് a - b സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ ടേംസുകൾക്കൊന്നും വ്യത്യാസമില്ല, സൈൻ മാത്രം ഇടയ്ക്കലത്തെ മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് കോസ്.
കോസ് ഓഫ് എ പ്ലസ് ബി പഠിച്ചാൽ പിന്നെ കോസ് ഓഫ് എ മൈനസ് ബി നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ മതി, ഓർത്തിരിക്കാം. ഓക്കെ, കോസ് ഓഫ് എ പ്ലസ് ബി സെയിമാ, 2 കോസ് 2 സൈൻ. ഓർത്ത് ഒന്നുകൂടെ കേട്ടെ, കോസ് ഓഫ് എ പ്ലസ് ബി 2 കോസ് 2 സൈൻ. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എക്സ്പാൻഷനിൽ മൈനസ് ആണ്, സൈൻ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പക്ഷേ സൈൻ്റെ കേസിൽ അങ്ങനെയല്ല, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. കോസിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. കോസ് ഓഫ് എ പ്ലസ് ബി ഈസ് 2 കോസ് 2 സൈൻ. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് ഓഫ് എ മൈനസ് ബി ഈസ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഓക്കെ, അപ്പോൾ കോസിൻ്റെ റിസൾട്ട്, അപ്പോൾ സൈൻ്റെയും കോസിൻ്റെ റിസൾട്ട്സുകൾ ഓർത്തിരിക്കാൻ എളുപ്പമായി. ഒന്നുകൂടെ കേട്ടോ, സൈൻ റിസൾട്ട് മിക്സ്ഡ്, കോസിൻ്റെ റിസൾട്ട് എന്താണ് സെയിം. സൈൻ റിസൾട്ട് മിക്സ്ഡ് എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് ബി കണ്ടോ, കോസിന് കണ്ടോ. നെക്സ്റ്റ് കോസ് എ സൈൻ ബി മിക്സ്ഡാ. പക്ഷേ കോസിൻ്റെ ഏതോ 2 കോസ് 2 സൈൻ കണ്ടോ, സെയിമാ, 2 കോസും 2 സൈനും ഇവിടെ മിക്സ്ഡ്. അപ്പോൾ സൈൻ്റെയും കോസിൻ്റെയും റിസൾട്ട്സുകൾ ഓർത്തിരിക്കാനുള്ള ക്ലൂ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടാൻ. ടാൻ ഓഫ് എ പ്ലസ് ബി ഈസ്, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ടാൻ എ പ്ലസ് ടാൻ ബി. അപ്പോൾ ഓർത്തിരിക്കാൻ ഒരു ടീച്ചർ ചോദിക്കുക, വാട്ട് ഈസ് ടാൻ ഓഫ് എ പ്ലസ് ബി? ടാൻ എ പ്ലസ് ടാൻ ബി. നമുക്ക് തുടങ്ങാൻ പറ്റുമല്ലോ, ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ഡിനോമിനേറ്റർ. ടാൻ ഓഫ് എ മൈനസ് ബി ആകുമ്പോൾ ന്യൂമിനേറ്റർ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. അപ്പോൾ ഈ 2 ടേംസുകൾ വ്യത്യാസമില്ല. എ പ്ലസ് വന്നാൽ ഇവിടെ പ്ലസ് വരും, അപ്പോൾ ഇവിടെ മൈനസ് ആയിരിക്കും. ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ മൈനസ്, താഴെ എന്താണ് പ്ലസ്. ടേംസിന് വ്യത്യാസമില്ല. അപ്പോൾ ഒന്നുകൂടെ എളുപ്പമെന്ന് ഞാൻ പറയാം. സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. മൈനസ് വന്നാൽ ഇടയ്ക്ക് മൈനസ് ആക്കിയാൽ മതി. നെക്സ്റ്റ് കോസ് ഓഫ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അറിയാമല്ലോ, സൈൻ മാറുന്നുണ്ട്. നെക്സ്റ്റ് ടാൻ ഓഫ് എ പ്ലസ് ബി ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ ഓഫ് എ മൈനസ് ബി ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഇത്രയാണ് സം ഫോർമുലാസുകൾ. ഈ ക്ലൂ വെച്ച് ഇതിനെ നിങ്ങൾക്ക് എപ്പോഴും ജനറേറ്റ് ചെയ്തെടുക്കാം. അല്ല, ഫോർമുലാസുകൾ 6 രീതിയിൽ കൂടെ പഠിച്ചിരുന്നാൽ എപ്പോൾ മറന്നു പോകുമെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഓരോന്നിനും എൻ്റെ ഫോർമുലാസുകൾക്ക് പറ്റുന്ന ക്ലൂ ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഇത് ഓർത്തിരിക്കാനും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയിരിക്കും. ഷുവർ. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് ആംഗിൾസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ഡബിൾ ആംഗിൾ, നെക്സ്റ്റ് ഹാഫ് ആംഗിൾ, നെക്സ്റ്റ് നമുക്ക് ട്രിപ്പിൾ ആംഗിൾ ഇടുമ്പോൾ ആ പാക്കേജ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഡബിൾ ആംഗിൾ നോക്കിക്കേ, സൈൻ 2a കോസ് 2a ടാൻ 2a. ഈ 3 പേർക്കുള്ള പല വാല്യൂസ്. സൈൻ 2a വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്, അത്യാവശ്യം പണക്കാരനാണ്. കോസ് 2a ഭയങ്കര റിച്ച് മാൻ ആണ്, ഉണ്ടോ 4 വാല്യൂസ്. ഇവർക്ക് 2 വാല്യൂസേ ഉള്ളൂ. ടാൻ 2a പോർ മാൻ, ഒറ്റ വാല്യൂ ഉള്ളൂ. എന്തോ പാവപ്പെട്ട, എപ്പോഴും ടാൻ ഒരു പാവപ്പെട്ട തന്നെ, പക്ഷേ വലിയ റോളുകളാണ് നമ്മുടെ ഈ ട്രിഗണോമെട്രിയിൽ ഉള്ളത് കേട്ടോ. ഭയങ്കര വലിയ റോളാണ് ഇവരെക്കാളും ഒക്കെ. എന്നാലും ഇവർക്ക് 2 പേർക്കുമാണ് ഏറ്റവും, നമ്മളിപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും എന്ന് പറയുന്ന പോലെയാണ് സൈനും കോസും. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള 2 പേരാണ് സൈനും കോസും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സൈൻ 2a 2 സൈൻ എ കോസ്, എന്തെളുപ്പം നോക്കിക്കേ. സൈൻ 2a 2 സൈൻ എ കോസ്. സൈൻ 3a നമ്മൾ പഠിക്കാൻ പോകും, 3ലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തുടക്കം ക്ലിയർ ആയേ. സൈൻ 2a 2 സൈൻ എ കോസ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് സൈൻ 2a 2 ടാൻ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പോൾ ഇത് നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. സൈൻ 2a 2 സൈൻ എ കോസ്, സൈൻ 2a 2 ടാൻ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. നമുക്ക് ഇപ്പോൾ സൈൻ 2a വാല്യൂ ടാനിലോട്ട് ആൻസർ വരണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ടാൻ ഫ്രാക്ഷൻ ഒന്നുമില്ല, വേറൊരു രീതി കൂടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ 2 സൈൻ എ കോസ് യൂസ് ചെയ്യണം. അതൊക്കെ നമുക്ക് സ്യൂട്ടബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ട്രിഗണോമെട്രി. പല വാല്യൂസ് കാണും, പക്ഷേ ഏതിനെ സ്യൂട്ടബിളായിട്ട് നമ്മൾ പിക്ക് ചെയ്യണം എന്നുള്ളത് പഠിക്കുക. വളരെ രസകരമായിട്ടുള്ളതാണ് പഠിച്ചു തുടങ്ങുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് കോസ് 2യുടെ 4 വാല്യൂസ്. ഫസ്റ്റ് വൺ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. നെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് സൈൻ ഓൺലി 1 മൈനസ് സൈൻ സ്ക്വയർ എ. Next in terms of cos only, cos 2a is 2 cos square a minus 1. Last one in terms of tan only, cos 2a is equal to 1 minus tan square a by 1 plus tan square a. 4 ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. cos 2യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് tan. നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആണ് cos 2യുടെ. ഓക്കെ, പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ആവശ്യമുള്ളിടത്ത് യൂസ് ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് tan 2a 2 tan a by 1 minus tan square. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേഷൻ തോന്നുന്നുണ്ടോ? സൈൻ 2aയും ടാൻ 2യുടെ ഇൻ ടേംസ് ഓഫ് ടാനുള്ള വാല്യൂസ്. ഇത് 2 tan a by 1 പ്ലസ്, ഇത് 2 tan a by 1 മൈനസ്. ടേംസിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ പ്ലസ് സൈൻ 2യുടെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ ടാൻ 2a നമ്മൾ അങ്ങനെ സൈൻ 2a പഠിച്ചു. ഇപ്പോൾ ഇനി ടാൻ 2a പഠിക്കാൻ. സൈൻ 2a 2 tan a by 1 പ്ലസ് ടാൻ സ്ക്വയർ, ടാൻ 2a 2 tan a by 1 മൈനസ് ടാൻ സ്ക്വയർ പഠിച്ചു. അപ്പോൾ ഒരെണ്ണം പ്ലസ് മാറ്റി, ഒരെണ്ണം മൈനസ്, അത്രേ ഉള്ളൂ. പ്ലസും മൈനസും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ സൈൻ 2യുടെയും ടാൻ 2യുടെയും വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബിൾ ആംഗിൾസുകളെല്ലാം ഒന്ന് പഠിച്ചു. നെക്സ്റ്റ് ഹാഫ് ആംഗിൾ വലിയ യൂസ് ഒന്നും അല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജനറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. സൈൻ 2a 2 സൈൻ എ കോസ് എ, ദെൻ സൈൻ എ, ദെൻ ഈ 2 ഇവിടെ
അകത്തുണ്ടോ? ഇല്ല. അപ്പോൾ ഈ റൈറ്റ്സിലുണ്ടാകുന്ന മാറ്റം കേട്ടോ, 2 sin a/2 cos a/2 ബൈ ആയിട്ട് വരും. അതാണ് ഹാഫ് ആംഗിൾ ഉണ്ടല്ലോ. അപ്പോൾ 2a നിന്നും എയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന എകളെല്ലാം എന്തായിട്ട് മാറും? a/2കളായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ sin 2 ഈ റിസൾട്ടിൽ നിന്നും sin a എഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും? വാട്ട് ഈസ് sin a? 2 tan a/2 ബൈ 1 പ്ലസ് tan സ്ക്വയർ a/2. അപ്പോൾ മനസ്സിലായോ? sin 2a നിന്നും sin എയിലോട്ട് മാറുമ്പോൾ എവിടേക്കാണ്? റൈറ്റ് സൈഡിൽ കിടക്കുന്ന എകളെല്ലാം a/2കളോട്ട് മാറ്റിയാൽ മതി ഈ ഫുൾ റിസൾട്ടും. അങ്ങനെയാണെങ്കിൽ ഈ cos 2യുടെ വാല്യൂ ഈ റിസൾട്ടിൽ നിന്നും cos എയിലോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം 1 മൈനസ് tan സ്ക്വയർ a/2 ബൈ 1 പ്ലസ് tan സ്ക്വയർ a/2. നെക്സ്റ്റ് tan 2a നിന്നും ടാനിലോട്ട് മാറ്റുമ്പോൾ 2 tan a/2 ബൈ 1 മൈനസ് tan സ്ക്വയർ a/2. അപ്പോൾ ഹാഫ് ആംഗിൾ പഠിച്ചതിൻ്റെ അകത്തുനിന്ന് വേണ്ടപ്പോൾ യൂസ് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ. ടീച്ചർ പറഞ്ഞു ഇതാണ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ ആംഗിൾ ഒന്ന് ഓർത്തുകൊണ്ട് ഹാഫ് ആംഗിളോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ട്രിപ്പിൾ ആംഗിളാണ് ഫോർമുലാസ് പഠിക്കുന്നത്. sin 3a cos 3a tan 3a. sin 3a ഇൻ ടേംസ് ഓഫ് സൈൻ, cos 3a ഇൻ ടേംസ് ഓഫ് കോസ്, tan 3a ഇൻ ടേംസ് ഓഫ് ടാൻ. അതുകൊണ്ട് മാറ്റമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. അല്ല sin 3യുടെ വാല്യൂ കോസിൽ അങ്ങനെയൊന്നുമില്ല. sin 3a പഠിക്കുമ്പോൾ cos 3a നിങ്ങൾ പഠിച്ച് കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചോ? ഒന്ന് കണ്ടോ. sin 3a സ്റ്റാർട്ടിങ് ഫ്രം 3 sin a മൈനസ് 4 sin ക്യൂബ് a. ഒന്നുകൊണ്ട് കേട്ടെ, sin 3a ഈ സ്റ്റാർട്ടിങ് ഫ്രം 3 sin a മൈനസ് 4 sin ക്യൂബ് a, ദാറ്റ് ഈസ് sin 3a. നെക്സ്റ്റ് cos 3 എങ്ങനെയാണെന്ന് കേട്ടോ. ഇയാളെ അങ്ങ് തിരിച്ചിടുക, കോസ് ആക്കുക, അത്രയേ ഉള്ളൂ. sin 3യുടെ വാല്യൂവിനെ തിരിച്ചിടുക, സൈൻ്റെ പ്ലേസ് എല്ലാം കോസ് ആക്കുക. ഇനി ഒന്ന് വായിച്ചേ, 4 cos ക്യൂബ് എ മൈനസ് 3 cos എ. ഉണ്ടോ? അതാണ് അതിൻ്റെ ഒരു ലോജിക്, അതിൻ്റെ ഒരു ട്രിക്ക് അതാണ്. അപ്പോൾ sin 3യും cos 3യും നിങ്ങൾ പഠിക്കേണ്ട രീതി. sin 3a is 3 sin a മൈനസ് 4 sin ക്യൂബ് എ, ദെൻ cos 3a is 4 cos ക്യൂബ് എ മൈനസ് 3 cos എ. ലോജിക്ക് എന്തായിരുന്നു? sin 3യുടെ വാല്യൂവിനെ തിരിച്ചെഴുതി കോസ് ആക്കുമ്പോൾ cos 3യുടെ വാല്യൂ. നെക്സ്റ്റ് tan 3a പഠിക്കാൻ പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല, ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും 3 tan a മൈനസ് tan ക്യൂബ് എ ബൈ 1 മൈനസ് 3 tan സ്ക്വയർ. ഒന്നുകൂടെ പറയാം, 3 tan a മൈനസ് tan ക്യൂബ് എ ബൈ 1 മൈനസ് 3 tan സ്ക്വയർ ഈസ് tan 3a. അപ്പോൾ ഇത്രയാണ് ട്രിപ്പിൾ ആംഗിൾ ഫോർമുലാസുകൾ. നമുക്ക് 3 പേരേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പ്ലസ് ടുവിലൊക്കെ വളരെ ആവശ്യമാണ്. നമ്മുടെ ബിടെക്കിനൊക്കെ പോയി ചേരുന്നു, BCAക്ക് പോയി ചേരുന്നു, BBAക്ക് പോയി ചേരുന്നു, ഡിഗ്രി കോഴ്സുകൾക്ക് പോയി ചേരുന്നു. അന്നേരമൊക്കെ നിങ്ങൾക്ക് ഇവരെല്ലാം മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും കേട്ടോ. അന്നേരം ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ +1 +2 എല്ലാവർക്കും ഓൺലൈനായിട്ട് ട്യൂഷനുണ്ട്. കുട്ടികളിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ വാട്സപ്പിൽ കൂടെ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ വാട്സപ്പ് നമ്പർ തന്നെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കയറാം. നെക്സ്റ്റ് സ്പെഷ്യൽ ഐഡൻറ്റിറ്റീസ് ആണ്. നമുക്ക് വലിയ യൂസ് ഇല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് +2വിലൊക്കെ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. +1ലൊന്നും നമുക്ക് യൂസ് ഇല്ലായിരുന്നു. +2വിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലസിലെ ഇൻ്റഗ്രേഷൻ അതിനുള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് കേട്ടോ. 2 sin a cos b ഈസ് ഈക്വൽ ടു sin of a plus b plus sin of a minus b. അപ്പോൾ 2 sin a cos b എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഫോം കണ്ടാൽ ദിസ് ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് 2 sin of a plus b plus sin of a minus b. നിങ്ങളുടെ സൈനും കോസും. നെക്സ്റ്റ് ഉണ്ടോ 2 cos a sin b. ഫസ്റ്റ് കോസ്, സെക്കൻഡ് ആരാണ്? സൈൻ. ദാറ്റ് ഈസ് sin of a plus b മൈനസ് sin of a minus b. അപ്പോൾ ഫസ്റ്റ് 2 റിസൾട്ടിൻ്റെ പ്രത്യേകത എന്താണ്? മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ് സൈനും കോസും സൈനും. ഫസ്റ്റ് സൈന്, ഇവിടെ സെക്കൻഡ് കോസ്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് കോസ്, സെക്കൻഡ് സൈൻ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇവിടെ പ്ലസ് വരും, സെക്കൻഡ് റിസൾട്ട് വരുമ്പോൾ എന്താണ്? മൈനസ്. അപ്പോൾ സൈനിൽ തുടങ്ങുകയാണെങ്കിൽ പ്ലസ് വരും, കോസിൽ തുടങ്ങുകയാണെങ്കിൽ മൈനസ്. നെക്സ്റ്റ് അങ്ങനെയല്ല, സെയിമാ ഉണ്ടോ. 2 cos a cos b, രണ്ടും കോസ്. ഇവിടെ രണ്ടും സൈൻ. അപ്പോൾ രണ്ടും കോസ് വരുമ്പോഴോ രണ്ട് സൈൻ വരുമ്പോഴോ സെയിമായിട്ട് വന്നാൽ കോസുകളുടെ റിസൾട്ടാണ്. അപ്പോൾ മിക്സ്ഡ് ആയിട്ട് വന്നാൽ സൈനുകളുടെ റിസൾട്ടും, സെയിമായിട്ട് കണ്ടാൽ കോസിൻ്റെ റിസൾട്ടും. ഇപ്പോൾ 2 cos a cos b is cos of a plus b plus cos of a minus b, and 2 sin a sin b is minus cos of a plus b plus cos of a minus b. തീർന്നു. ഇത്രയാണ്. ഞാനിത് കൂടുതൽ നിർബന്ധിക്കുന്നില്ല, ഇതങ്ങ് പഠിച്ചിരിക്കണം. അന്നേരം പ്രോബ്ലമൊക്കെ വരുമ്പോൾ അന്നേരമൊക്കെ നമുക്ക് ഇവിടെ നിലയ്ക്ക് കിട്ടിയങ്ങ് യൂസ് ചെയ്യാം, അതേ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ ഓർത്തിരിക്കാൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് സെറ്റാണ് സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുല. ലെഫ്റ്റ് സൈഡ് സമ്മ്, റൈറ്റ് സൈഡ് എന്താണ്? പ്രോഡക്റ്റ്. ഏറ്റവും നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല സെറ്റാണ്. ഒരിക്കലും പഠിക്കാതിരിക്കരുത്. ഓക്കെ, +2കാർക്കൊക്കെ ഒത്തിരി യൂസാണ്. ഫസ്റ്റ് ശ്രദ്ധിച്ചോ,
ഫസ്റ്റ് സൈൻ സി പ്ലസ് സൈൻ ഡി, സെക്കൻഡ് സൈൻ സി മൈനസ് സൈൻ ഡി, തേർഡ് കോസ് സി പ്ലസ് കോസ് ഡി, ലാസ്റ്റ് വൺ കോസ് സി മൈനസ് കോസ് ഡി. ഫസ്റ്റ് സൈനുകളുടെ സമ്മ്, രണ്ട് സൈൻ ടേംസുകൾ തമ്മിൽ പ്ലസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച സൈൻ ഓഫ് എ പ്ലസ് ബി, അവിടെ ഒറ്റ സൈനേ ഉള്ളൂ, ബ്രാക്കറ്റിലാണ് രണ്ട് പേർ എ പ്ലസ് ബി. ഇവിടെ അങ്ങനെയല്ല, സൈനുകളുടെ രണ്ട് ടേംസുകൾ തമ്മിൽ പ്ലസ് ചെയ്യുന്നു, രണ്ട് സൈൻസുകൾ തമ്മിൽ പ്ലസ് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിഫറൻസ് മനസ്സിലാക്കണം. സൈൻ സി പ്ലസ് സൈൻ ഡി ഈ സ്റ്റാർട്ടിങ് ഫ്രം 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ സൈനുകളുടെ റിസൾട്ട് വന്നപ്പോൾ മിക്സ്ഡ് കണ്ടോ, സൈൻ സി പ്ലസ് സൈൻ ഡി ആണെങ്കിലും സൈൻ സി മൈനസ് സൈൻ ഡി ആണെങ്കിലും സൈനിനും കോസിലുമായിട്ടില്ലയോ. ആരാണ് ആദ്യം എന്നുള്ളത് ഓർത്താൽ മതി. എന്ത് സൈൻ സി പ്ലസ് സൈൻ ഡി ആണെങ്കിൽ പ്ലസ് ആണെങ്കിൽ സൈന് തുടങ്ങും കോസിൽ തീരും, മൈനസ് ആണെങ്കിൽ കോസിൽ തുടങ്ങും സൈന് തീരും. എല്ലായിടും ഇവിടെ എല്ലാം പ്ലസും ഇവിടെ എല്ലായിടും എന്താണ് മൈനസ്, അത് മാറ്റം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഫസ്റ്റ് സൈൻ്റെ പ്ലസ് വന്നപ്പോൾ സൈന് തുടങ്ങി കോസ് തീർന്നു, മൈനസ് വന്നപ്പോൾ കോസ് തുടങ്ങി സൈന് തീർന്നു. നെക്സ്റ്റ് കോസിൻ്റെ റിസൾട്ട് രണ്ടും സെയിമാണ്. കോസ് സി പ്ലസ് കോസ് ഡി 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 കോസ് സി മൈനസ് കോസ് ഡി മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ കോസിൻ്റെ റിസൾട്ട് സെയിം ആണോ, ഏണ്ടോ കോസ് സി പ്ലസ് കോസ് ഡി അപ്പോൾ രണ്ടും കോസ്, കോസ് സി മൈനസ് കോസ് ഡി അപ്പോൾ രണ്ടും സൈന്. അപ്പോൾ പ്ലസ് വന്ന രണ്ടും കോസ്, മൈനസ് വന്ന രണ്ടും സൈന്. ഇവിടെ തുടങ്ങുമ്പോൾ ഒരു മൈനസ് വെച്ചാണ് കോസ് സി മൈനസ് കോസ് ഡിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇത്തിലൂടെ ഞാൻ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്ലൂ കൂടെ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക, 4 റിസൾട്ട് കേട്ടോ. ഈ റിസൾട്ടിൻ്റെ ഈ ഓർഡർ ഓർത്തിരുന്നാൽ എളുപ്പമാണ്. 2AC 2CS 2CC മൈനസ് 2SS. ശരിയല്ലയോ നോക്കിക്കേ. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2, 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2, 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർഡർ കേട്ടോ. 2AC 2CS 2CC മൈനസ് 2SS. ഓർത്തിരിക്കാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഇത് ആ ഒരു ക്ലൂവിൽ ഇതെല്ലാം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റും എന്ന് ചിലർക്ക് പറ്റുമായിരിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആൻഡ് ദെയർ സൊല്യൂഷൻസ്. +1 ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇത്. നമുക്ക് +2 ചിലയിടത്ത് യൂസ് ഉണ്ട്, പിന്നെ ഹയർ സ്റ്റഡീസിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലായിടത്തും നമ്മുടെ എക്സാംസ് എഴുതാൻ പോകുന്ന JEE NDA അതിനെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ് ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പക്ഷേ ഇത് +1 പഠിക്കുമ്പോൾ അത്ര രസകരമായിട്ടുള്ളതല്ല എന്നും എനിക്കറിയാം. ഓക്കെ, എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 3 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ എക്സ് 0 കോസ് എക്സ് 0 ടാൻ എക്സ് 0. സൈൻ എക്സ് ഈക്വൽ 0 ദെൻ എക്സ് ഈക്വൽ nπ, ടാൻ എക്സ് ഈക്വൽ 0 ദെൻ എക്സ് ഈക്വൽ nπ. അപ്പോൾ അത് രണ്ടും പഠിച്ചാലും സൈനും ടാനും ഒരേപോലെ തന്നെ. ഈക്വൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. സൈൻ ഈക്വൽ എത്ര എക്സ് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഈക്വൽ 0 ദെൻ എക്സ് ഈക്വൽ nπ, കോസ് ടാൻ എക്സ് ഈക്വൽ 0 എക്സ് ഈക്വൽ nπ, കോസ് എക്സ് ഈക്വൽ 0 എക്സ് ഈക്വൽ 2n+1 × π/2. ഒന്നുകൂടെ പറയാം, കോസ് എക്സിൻ്റേത് കോസ് എക്സ് ഈക്വൽ 0 ദെൻ എക്സ് ഈക്വൽ 2n+1 × π/2. സൈനും ടാനും ഒന്ന് തന്നെയാണ് nπ. ഇത് ഏതിനു വേണ്ടി മാത്രം സീറോസുകൾ. ഇവിടെ 1ഓ 2ഓ എന്തെങ്കിലും വേറെ നമ്പേഴ്സുകൾ വന്നാൽ പറ്റില്ല. ഓക്കെ, അതിനു വേണ്ടിയുള്ളത് അടുത്തത്. ഓക്കെ, സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ദെൻ എക്സ് ഈക്വൽ ടു nπ പ്ലസ് -1n × y. cos x equal to cos y, then x equal to 2nπ plus or minus y, and tan x equal to tan y, then x equal to nπ plus y, where n element of z. എന്ന് പറയാം, ഈ എന്നിന് നിങ്ങൾ കൊടുക്കേണ്ട വാല്യൂസുകൾ ഫ്രാക്ഷൻസ് ആവരുത്, ഇൻറ്റിജേഴ്സ്. ഏത് ഇൻറ്റിജർ വരാം, കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഈ എന്നൊക്കെ നമ്മൾ ഒത്തിരി അടുത്ത് എഴുതിയിട്ടില്ലയോ. ഈ എന്നിന് 1, 2, 3, 4, 0, -1, -2 ഏതും കൊടുക്കാം എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് പറയാം അല്ലേ. sin x equal to sin y, then x equal to nπ plus -1n × y. cos x equal to cos y, then x equal to nπ plus or minus y, and tan x equal to tan y, then x equal to nπ plus y, where n element of z. അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിക് സൂപ്പർ മാർക്കറ്റ് തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇത്രയും കുറച്ച് സമയം കൊണ്ട് ട്രിഗണോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ളതും എന്നാൽ ഹയർ ആയിട്ടുള്ള കുറേ ഫോർമുലാസുകൾ ഒറ്റയൊരു കുടക്കീഴിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. മീൻസ് ട്രിഗണോമെട്രി അല്ലയോ, എപ്പോഴും ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒറ്റ ഒരു ക്ലാസ്സിൽ ഫുൾ ഫോർമുലാസ് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നമുക്കത് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായെങ്കിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ എല്ലാവരോട്ടും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, എല്ലാവരും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതിരിക്കരുത്. നമുക്ക് അടുത്ത ഇതേപോലത്തെ നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ +2ൻ്റെ ജോയിനിങ്, +1ൻ്റെ ജോയിനിങ് നമുക്ക് എല്ലാവരും മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്താനോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ.
പൊട്ടിച്ച് പൊളിച്ച് അടുക്കിക്കും.